എൽഷദായ് മിനിസ്ട്രി മിഷൻ മന്ത് 2017 എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എൽഷദായ് മിനിസ്ട്രി കഴിഞ്ഞ 7 പരം വർഷമായി വർഷത്തിൻ്റെ സെപ്റ്റംബർ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള സമയങ്ങളെ മിഷൻ മന്തായി പ്രാർത്ഥിച്ച് വേർതിരിച്ചിരിക്കുന്നു. എന്താണ് മിഷൻ മന്ത്? എന്താണ് മിഷൻ മന്ത്? എൽഷദായ് മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെ അറിവുള്ളതാണ്. അധികമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വേണ്ടി ഞങ്ങളാൽ കഴിയുന്നതുപോലെയൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും ഞായറൊഴികെ 350-ലധികം നിർധനരായ രോഗികൾക്ക്, സാധുക്കൾക്ക് ആഹാരം കൊടുക്കുന്നു. 20-ലധികം സാധുക്കളായ നിർധനരായ യുവതികളുടെ വിവാഹം നടത്തിക്കൊടുത്തു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. അനേക സാധുക്കൾക്ക് ഭവനം കെട്ടിക്കൊടുക്കുകയും പഠിക്കുവാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുവാൻ ഈ പ്രവർത്തനങ്ങൾ നിമിത്തം ദൈവം സഹായിക്കുന്നു. അതിലെല്ലാം ഉപരിയായിട്ട് രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയും ദൈവം ഞങ്ങളെ അതിനായി സഹായിക്കുകയും ചെയ്യും. സുവിശേഷം സൗജന്യമാണ്, രക്ഷ സൗജന്യമാണ്, സൗഖ്യം, ദൈവം തരുന്ന സൗഖ്യം സൗജന്യമാണ്. എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും ഉയരത്തിലെ പിതാവ് നമുക്ക് നൽകുന്ന എല്ലാ ദാനങ്ങളും സൗജന്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ടെലിവിഷൻ പ്രോഗ്രാമിലൂടെയും ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ ഈ ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുവാനും ഈ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാനും വളരെയധികമായ സാമ്പത്തിക ആവശ്യങ്ങൾ ഈ ശുശ്രൂഷയുടെ പിന്നിലുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു: എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു; എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു; ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു: കർത്താവേ, നിന്നെ എപ്പോൾ ഞങ്ങൾ നഗ്നനായി കണ്ടു? അങ്ങനൊരു അവസരം ഉണ്ടായില്ലല്ലോ. നിനക്കെപ്പോൾ വിശക്കുന്നവനായി ഞങ്ങൾ കണ്ടു? നിന്നെ ദാഹിക്കുന്നവനായി ഞങ്ങൾ കണ്ടില്ലല്ലോ. യേശു ക്രിസ്തു പറഞ്ഞു: ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കാകുന്നു ചെയ്തത്. വിശുദ്ധ ബൈബിൾ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു: എളിയവരെ ആദരിക്കുന്നവർ ഭാഗ്യവാന്മാർ. വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്കും ലഭിക്കും. എൽഷദായ് മിനിസ്ട്രി മിഷൻ മന്ത് 2017 എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. എൽഷദായ് മിനിസ്ട്രി കഴിഞ്ഞ 7 പരം വർഷമായി വർഷത്തിൻ്റെ സെപ്റ്റംബർ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള സമയങ്ങളെ മിഷൻ മന്തായി പ്രാർത്ഥിച്ച് വേർതിരിച്ചിരിക്കുന്നു. എന്താണ് മിഷൻ മന്ത്? എന്താണ് മിഷൻ മന്ത്? എൽഷദായ് മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെ അറിവുള്ളതാണ്. അധികമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ
സമൂഹത്തിന് വേണ്ടി ഞങ്ങളാൽ കഴിയുന്നത് പോലെയൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും ഞായറൊഴികെ 350-ലധികം നിർധനരായ രോഗികൾക്ക്, സാധുക്കൾക്ക് ആഹാരം കൊടുക്കുന്നു. 20-ലധികം സാധുക്കളായ നിർധനരായ യുവതികളുടെ വിവാഹം നടത്തിക്കൊടുത്തു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. അനേക സാധുക്കൾക്ക് ഭവനം കെട്ടിക്കൊടുക്കുകയും പഠിക്കുവാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുവാൻ ഈ പ്രവർത്തനങ്ങൾ നിമിത്തം ദൈവം സഹായിക്കുന്നു. അതിലെല്ലാം ഉപരിയായിട്ട് രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയും ദൈവം ഞങ്ങളെ അതിനായി സഹായിക്കുകയും ചെയ്യും. സുവിശേഷം സൗജന്യമാണ്, രക്ഷ സൗജന്യമാണ്, സൗഖ്യം, ദൈവം തരുന്ന സൗഖ്യം സൗജന്യമാണ്. എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും ഉയരത്തിലെ പിതാവ് നമുക്ക് നൽകുന്ന എല്ലാ ദാനങ്ങളും സൗജന്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ടെലിവിഷൻ പ്രോഗ്രാമിലൂടെയും ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ ഈ ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുവാനും ഈ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാനും വളരെയധികമായ സാമ്പത്തിക ആവശ്യങ്ങൾ ഈ ശുശ്രൂഷയുടെ പിന്നിലുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു: എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ തടവിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു: കർത്താവേ, നിന്നെ എപ്പോൾ ഞങ്ങൾ നഗ്നനായി കണ്ടു? അങ്ങനൊരു അവസരം ഉണ്ടായില്ലല്ലോ. നിനക്കെപ്പോൾ വിശക്കുന്നവനായി ഞങ്ങൾ കണ്ടു? നിന്നെ ദാഹിക്കുന്നവനായി ഞങ്ങൾ കണ്ടില്ലല്ലോ. യേശു ക്രിസ്തു പറഞ്ഞു: ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കാകുന്നു ചെയ്തത്. വിശുദ്ധ ബൈബിൾ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു: എളിയവരെ ആദരിക്കുന്നവർ ഭാഗ്യവാന്മാർ. വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്കും ലഭിക്കും. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് അപ്പോസ്തലനായ പൗലോസ്ലീഹ ദൈവവചനത്തിൽ പരാമർശിക്കുന്നു. ഈ മിഷൻ മന്ദിലൂടെ നാം സമാഹരിക്കുന്ന, നാം കണ്ടെത്തുന്ന ഈ ധനശേഖരം നിമിത്തമാണ് വരുന്ന ദിവസങ്ങളിലും അടുത്ത വർഷങ്ങളിലുമൊക്കെ ആതുര സേവനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും ടെലിവിഷൻ മിനിസ്ട്രിയും സുവിശേഷ പ്രവർത്തനങ്ങളുമൊക്കെയും നാം നടത്തുവാൻ പ്രാപ്തരായിത്തീരുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ കാണിച്ച എല്ലാ സഹായത്തിനും, എല്ലാ സഹകരണത്തിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. കൊടുക്കുന്നവരെ അനുഗ്രഹിക്കുന്നവനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആ പ്രവാചകന് വേണ്ടി അപ്പം ചുട്ടുകൊടുത്ത, ആ പ്രവാചകന് വെള്ളം കൊണ്ടു കൊടുത്ത ആ സാരാഭത്തിലെ വിധവയെ അനുഗ്രഹിച്ച ദൈവം, ക്ഷാമകാലത്തും അവളെ ക്ഷേമമായി പോറ്റിയ ദൈവം നിങ്ങളെയും പുലർത്തുവാൻ വിശ്വസ്തനാണ്. ആയതുകൊണ്ട് ഈ മാസങ്ങളിൽ നടക്കുന്ന ഈ ഇന്നത്തെ അല്പസമയത്ത് വചനധ്യാനത്തിനായി, ചിന്തയ്ക്കായി യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ നമുക്ക് നോക്കാം. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 38 വർഷമായി ബെഥേസ്ദ എന്ന കുളക്കരയിൽ കിടന്ന രോഗിയെ യേശു സൗഖ്യമാക്കുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ചരിത്ര പശ്ചാത്തലമാണ് നാം അവിടെ കാണുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യം: അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി. യെരുശലേമിൽ ആട്ടുവാതിക്കൽ ബെഥേസ്ദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു.
അതത് സമയത്തൊരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചിരുന്നവനാലും അവന് സൗഖ്യം വരും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. യേശു കർത്താവ് യെരുശലേമിൽ വന്നത്, അല്ലെങ്കിൽ യെരുശലേമിലേക്ക് പോയത് യഹൂദന്മാരുടെ ഒരു ഉത്സവമുണ്ടായിട്ടാണ്. പക്ഷേ യഹൂദന്മാരുടെ ഉത്സവത്തിന് വേണ്ടി യെരുശലേമിൽ പോയ യേശു കർത്താവ് യേശു ക്രിസ്തു ചെന്നത് ബെഥെസ്ദ എന്ന ഒരു കുളക്കരയിലേക്കാണ്. ബെഥെസ്ദ എന്ന വാക്കിൻ്റെ അർത്ഥം ദ ഹൗസ് ഓഫ് മേഴ്സി, കരുണയുടെ വീട്, കാരുണ്യത്തിൻ്റെ ഭവനം എന്നാണ്. അതിൻ്റെ പുറത്തെ ടൈറ്റിൽ കരുണയുടെ വീട് എന്നാണ്. പക്ഷേ നമുക്ക് ഈ വചനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നു, ദൂതൻ വന്ന് അവിടെ കുളം കലക്കും. ആ കുളം ആദ്യം ഇറങ്ങുന്ന രോഗി സൗഖ്യമാകും. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാരണം കൊണ്ട് അനേക രോഗികളെ ആ കുളക്കരയിലുള്ള മണ്ഡപങ്ങളിൽ, ആ ടെൻറ്റിനകത്ത് അനേകരെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. ഇവിടെ 38 വർഷമായിട്ട് ആ കുളക്കരയിൽ കിടക്കുന്ന ഒരു രോഗിയെക്കുറിച്ച് വചനം പറയുന്നു. വിവിധ തരത്തിലുള്ള വ്യാധിക്കാർ, ക്ഷയരോഗികൾ, കുരുടർ, ഇങ്ങനെ അനേക രോഗികൾ അതിനകത്ത് കിടപ്പുണ്ട്. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാഴ്ച, യഹൂദന്മാരുടെ ഉത്സവത്തിന് വേണ്ടി പോയ കർത്താവ് കടന്നു പോയത് ഉത്സവത്തിൻ്റെ ആ ഒരു ആഘോഷത്തിലേക്കല്ല. പ്രസ്തുത മനസ്സു തകർന്ന് വേദന എടുത്ത് സൗഖ്യമില്ലാതെ കഷ്ടപ്പെടുന്ന, വേദനിക്കുന്ന ഒരു കൂട്ടത്തിൻ്റെ നടുവിലേക്കാണ് യേശു കടന്നുപോയത്. ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തിലേക്കൊരു വചനം വരുന്നില്ലേ? ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നോക്കി, ഉത്സവത്തിൻ്റെ ആഘോഷങ്ങളിലേക്കോ ആർഭാടങ്ങളിലേക്കോ അല്ല യേശുവിനെ പരിശുദ്ധാത്മാവ് നയിച്ചത്. പ്രസ്തുത ഹൃദയവേദനയോടെ, ഭാരത്തോടെ, ദീർഘവർഷങ്ങളായി വേദനയോടെ കിടക്കുന്ന ഒരു കൂട്ടം രോഗികളുടെ ഇടയിലേക്കാണ്. സഹോദരങ്ങളെ, യേശു തരുന്ന സൗഖ്യത്തിന് വലിയ വിലയുണ്ട്. രോഗശാന്തി ചിലർ പുച്ഛത്തോടെ കാണുന്നു, ദൈവിക രോഗശാന്തി, അവരതിനെ വിമർശിക്കുന്നു. പക്ഷേ രോഗശാന്തിക്ക് യേശു തരുന്ന സൗഖ്യത്തിന് വിലയുണ്ടോ എന്നറിയണമെങ്കിൽ രോഗിയോട് ചോദിക്കണം. ക്യാൻസർ പിടിച്ച് അതിൻ്റെ 4th സ്റ്റേജ് കഴിഞ്ഞ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനോട് ചോദിക്കണം, യേശു തരുന്ന സൗഖ്യത്തിന് വിലയുണ്ടോ എന്ന്. നമ്മൾ പറയോ, കർത്താവ് നടുവേദന സൗഖ്യമാക്കി, തലവേദന മാറ്റി. അതിനകത്ത് തന്നെ തലവേദന എടുക്കുന്ന ഒരാളിനോട് ചോദിക്കണം, യേശു തലവേദന മാറ്റുന്നതിൽ കാര്യമുണ്ടെന്ന്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പം ഭയങ്കര തലവേദനയാണ് നിങ്ങൾക്കെങ്കിൽ, തല പൊട്ടിപ്പൊളക്കുന്ന വേദനയാണെങ്കിൽ, അന്നത്തെ ഒരു ദിവസം പോയില്ലേ? ഒന്ന് ഓർത്ത് നോക്കി. ഭക്ഷണം കഴിക്കാൻ ഒക്കൂ, ഉറങ്ങാൻ ഒക്കൂ, ജോലി ചെയ്യാൻ ഒക്കൂ. അപ്പം ഒരു തലവേദന പോലും അനുഭവിക്കുമ്പോൾ അതിൻ്റെ കാഠിന്യം എത്ര വലുതാണ്. അപ്പം കർത്താവ് തരുന്ന സൗഖ്യത്തിന് വിലയുണ്ട്. യേശു തരുന്ന സൗഖ്യത്തിന് വാല്യൂ ഉണ്ട്. രോഗശാന്തിയെ പുച്ഛത്തോടെ കാണരുത്. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ അനേക രോഗികളെ സൗഖ്യമാക്കി. യേശു കർത്താവ് ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു കർത്താവ് ഇന്നും അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമെന്ന് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവൻ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോസ്തലന്മാർ പ്രസംഗിച്ച വചനത്തെ, ഇന്നും പ്രസംഗിക്കുന്ന വചനങ്ങളെ അവൻ അടയാളങ്ങളാൽ, അത്ഭുതങ്ങളാൽ, വീര്യപ്രവൃത്തികളാൽ ഉറപ്പിക്കുന്നു. മർക്കോസ് 16 അതിൻ്റെ 17 മുതൽ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അതിൻ്റെ ഏറ്റവും ഒടുവിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ രോഗിയുടെ മേൽ കൈവെക്കുമ്പോൾ അവർക്ക് സൗഖ്യം വരും. യോഹന്നാൻ 14:14 12 നാം വായിക്കുന്ന ഒരു കാര്യം, എന്നിൽ വിശ്വസിക്കുന്നവൻ, യേശുവിൽ വിശ്വസിക്കുന്നവൻ യേശു ചെയ്തതിലും അധികം ചെയ്യും. ആ കർത്താവിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. യേശു അവിടെ ചെന്നത് മറ്റൊരു പർപ്പസിലാണ്, പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. നോക്കിയേ, നാം ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം നമുക്ക് വേണ്ടി ചിന്തിക്കുന്നതാണ്. നാം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് പോലെയല്ല ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. നാം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെയല്ല ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമ്മുടെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം, നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ.
ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള വിചാരം വലുതാണ്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള വഴിയോ? വചനത്തിൽ എഴുതിയിട്ടുണ്ട്, മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെക്കുറിച്ച് നിങ്ങൾ നിരൂപിക്കേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. എന്താണ്? മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നീരുറവകളും തന്നെ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചിന്തകൾക്ക് അതീതമായി, നമ്മുടെ എക്സ്പെക്റ്റേഷൻ അപ്പുറമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. ആ കർത്താവ് ഈ ബെഥേസ്ത കുളത്തിനകത്തേക്ക് കയറി. നോക്കിയേ, ഈ കുളത്തിൻ്റെ കരയിൽ അതിൻ്റെ സൈഡിലൂടെ ഒക്കെ പലരും നടന്നു പോകുന്നുണ്ട്. ബെഥേസ്ത എന്ന ബോർഡൊക്കെ വായിച്ച് അതിനകത്ത് സൗഖ്യങ്ങളും വിടുതലുകളും ഒക്കെ നടക്കുവാന്നൊക്കെ ചിന്തിച്ച് പല ആൾക്കാരും പല കാര്യങ്ങൾ ഇമാജിൻ ചെയ്ത് പുറത്തൂടെ പോകുന്നുണ്ട്. പക്ഷേ യേശു കർത്താവ് പുറത്ത് നിന്ന് എത്തി നോക്കിയിട്ട് പോവുകയല്ല ചെയ്തത്. അവൻ അതിനകത്തേക്ക് കയറി. എന്ന് പറഞ്ഞാൽ വേദനയിൽ കിടക്കുന്ന, പ്രയാസത്തിൽ കിടക്കുന്ന, ദുഃഖത്തിൽ കിടക്കുന്ന, ആവശ്യബോധത്തിൽ കിടക്കുന്ന ആ നീഡിയായിട്ടുള്ള രോഗികളുടെ ഇടയിലേക്ക്, അതിനകത്തേക്ക് കർത്താവ് കയറി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അവരുടെ പ്രശ്നത്തിൻ്റെ നടുവിൽ യേശു എത്തി. ഇതാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത. നമ്മുടെ ദൈവം നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. മനുഷ്യർക്കൊക്കെ നമ്മുടെ ആവശ്യങ്ങളുടെ പുറത്ത് നിൽക്കാനേ കഴിയുകയുള്ളൂ. മനുഷ്യർക്ക് പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങളുടെ, നമ്മളുടെ പ്രതിസന്ധികളുടെ പുറത്തൊക്കെ നിന്ന് അഭിപ്രായമൊക്കെ പറയാനേ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മുടെ കർത്താവ് നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ വരുന്നവനാണ്. ശത്രുക്, മേശക്, അബേദഹോം എന്ന 3 ചെറുപ്പക്കാരെ നെബൂഖദ്നേസർ രാജാവ് തീച്ചൂളയ്ക്ക് പതിവിലും അധികം ചൂട് പിടിപ്പിച്ച് ആ തീച്ചൂളയിലേക്ക് എറിയുവാൻ കൽപ്പന കൊടുത്തപ്പോൾ, അവരെ കെട്ടി തീച്ചൂളയ്ക്കകത്തിട്ടപ്പോൾ പലർക്കും ആഗ്രഹമുണ്ട് ശത്രുക്ക്, മേശക്, അബേദഹോമിനെ രക്ഷിച്ചാൽ കൊള്ളാമെന്ന്. പക്ഷേ ഉണ്ടായിട്ട് കാര്യമില്ല. അവർക്കെല്ലാം ആ തീച്ചൂളയുടെ പുറത്ത് നിന്ന് കാണാനേ, പ്രാർത്ഥിക്കാനേ അല്ലെങ്കിൽ കരയാനേ കഴിയുള്ളൂ. പക്ഷേ ഓർക്കുക, അതിൻ്റെ നടുവിൽ ഇറങ്ങി വരുവാൻ കഴിയുന്ന ഒരു ദൈവപുത്രനുണ്ട്. അത് കർത്താവായ യേശുവാണ്. ഞാൻ പറയട്ടെ, നിങ്ങളുടെ തീച്ചൂളയുടെ നടുവിൽ, നിങ്ങളുടെ വേദനയുടെ നടുവിൽ, നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ നടുവിൽ, നിങ്ങളുടെ ആകുലതയുടെ നടുവിൽ, നിങ്ങളുടെ ദുഃഖത്തിൻ്റെ നടുവിൽ, നിങ്ങളുടെ നിരാശയുടെ നടുവിൽ പലർക്കും ഇറങ്ങി വരുവാൻ കഴിയത്തില്ല. എന്നാൽ അതിൻ്റെ നടുവിൽ ഇറങ്ങി വരുവാൻ കഴിയുന്ന, അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് നിങ്ങൾക്കുണ്ട് സഹോദരങ്ങളെ. ദാനിയേൽ എന്ന് പറയുന്ന അഭിഷിക്തനെ സിംഹത്തിൻ്റെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. സിംഹം ദാനിയേലിനെ തകർത്ത് കളയേണ്ടതായിരുന്നു, നശിപ്പിക്കേണ്ടതായിരുന്നു, കൊന്നുകളയേണ്ടതായിരുന്നു. പക്ഷെ നിങ്ങൾക്കറിയുമോ, ആ സിംഹത്തിൻ്റെ കുഴിയിൽ ദാനിയേലിനെ ഇറങ്ങി വന്നൊന്ന് രക്ഷിക്കണമെന്ന് പലർക്കും തോന്നി. പക്ഷെ ആർക്കും കഴിയില്ല. അവർക്കെല്ലാം പുറത്ത് നിൽക്കാനേ കഴിയുള്ളൂ. പക്ഷേ ആ സിംഹത്തിൻ്റെ കുഴിയിൽ ദാനിയേലിന് വേണ്ടി ഇറങ്ങി വന്ന നല്ലൊരു ദൈവമുണ്ട്. ആ സിംഹത്തിൻ്റെ വായ അടച്ച നല്ലൊരു കർത്താവുണ്ട്. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന ആരോടൊക്കെയോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വളരെ ഹൃദ്യമായി, ആഴമായി സംസാരിക്കുന്നു. എനിക്കറിയാം, ഞാനിത് ഏതോ ഒരു കുടുംബത്തോടാ, ഒരു വ്യക്തിയോടാ ഇത് ആത്മാവിൽ പറയുന്നതെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വിഷയത്തിൻ്റെ നടുവിൽ കർത്താവിന് വരാൻ കഴിയും. തീച്ചൂളയുടെ നടുവിൽ യേശുവിന് വരാൻ കഴിഞ്ഞു. സിംഹത്തിൻ്റെ കുഴിയിൽ അവൻ ഇറങ്ങാൻ കഴിഞ്ഞു. ബെഥേസ്തയുടെ അകത്ത് അവന് കയറാൻ കഴിഞ്ഞു. യഹൂദന്മാരെ പേടിച്ച്, ഭയപ്പെട്ട്, നിരാശപ്പെട്ട് വാതിൽ അടച്ചിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ കർത്താവിന് വരാൻ കഴിഞ്ഞു. ആ ദൈവം ഇന്നും 2-3 പേർ അവൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിൻ്റെ മധ്യേ വരുന്നവനാണ്. ദൈവം യേശു കർത്താവ് നമ്മുടെ പ്രശ്നത്തിൻ്റെ പുറത്തല്ല, നമ്മുടെ പ്രശ്നങ്ങളുടെ നടുവിലുണ്ട്. അവൻ നമ്മുടെ ആവശ്യത്തിന് പുറത്തല്ല, അവൻ നമ്മുടെ ആവശ്യത്തിൻ്റെ നടുവിലുണ്ട്. ആ ഒരു വലിയ വിശ്വാസം നിങ്ങൾക്കുണ്ടാകട്ടെ. ഇന്ന് എന്നെ കാണുന്ന ഏതോ ഒരു കുടുംബം പ്രാർത്ഥിക്കുന്ന, കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളുടെ, എൻ്റെ മക്കളുടെ ആ ആവശ്യത്തിൻ്റെ മേൽ, എൻ്റെ പൈതലിൻ്റെ, എൻ്റെ കുഞ്ഞിൻ്റെ ആ വിഷയത്തിൻ്റെ മേൽ നിൻ്റെ കരം വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ അമ്മയെ നോക്കി ഞാൻ ആത്മാവിൽ പറയുന്നു, സഹോദരി, നിൻ്റെ മകൻ്റെ ആ വിഷയത്തിൻ്റെ നടുവിൽ ദൈവം ഇറങ്ങും. ആ ബിസിനസ് തകർന്നിരിക്കുന്ന വ്യക്തിയെ നോക്കി ഞാൻ ആത്മാവിൽ പറയുന്നു, അതിൻ്റെ നടുവിൽ ദൈവം പ്രവർത്തിക്കും. അവൻ പ്രവർത്തിച്ചാൽ ആർക്കും അതിനെ തടയാൻ കഴിയത്തില്ല. എൻ്റെ ദൈവം ഒരു വഴി തുറന്നാൽ ആരും അത് അടയ്ക്കുന്നില്ല, ഒരു വഴി അടച്ചാൽ ആരും അത് തുറക്കുന്നില്ല. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യ പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന യഹൂദാ ഗോത്രത്തിലെ സിംഹം, രാജാതി രാജാവും കർത്താതി കർത്താവുമായ സൈന്യങ്ങളുടെ യഹോവ യേശു
ഈ കർത്താവായ യേശു ക്രിസ്തു അതിൻ്റെ നടുവിൽ ചെന്നു. അവിടെ 38 വർഷമായി രോഗം പിടിച്ച് തളർന്നു കിടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, യേശു അവനെ കണ്ടു. അപ്പം മറ്റ് രോഗികളില്ല ഞാനോ, മറ്റ് പ്രശ്നക്കാരില്ല ഞാനോ കർത്താവ് അവനെ കണ്ടത്? ഈ 38 വർഷം രോഗിയായി കിടന്ന ഈ മനുഷ്യൻ ഇവിടെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ ആരുമില്ല. ഞാൻ ഹെൽപ്ലെസ് ആണ്, ഞാൻ നിസ്സഹായനാണ്, എന്നെ സഹായിക്കാൻ എനിക്ക് ആരും ഇല്ല. എന്നെ ഒന്ന് കൈത്താങ്ങൽ തരാൻ, എന്നെ ഒന്ന് രക്ഷിക്കാൻ, എനിക്ക് വേണ്ടി ഒന്ന് പ്രവർത്തിക്കാൻ എനിക്ക് ആരുമില്ല. ഞാൻ സ്വന്തമായിട്ട് ശ്രമിക്കുമ്പോൾ എനിക്കതിന് സാധിക്കുന്നില്ല. ഇന്നെന്നെ കാണുന്ന ഏതൊക്കെയോ വ്യക്തികൾ പറയുന്നു, കർത്താവേ എന്നെ സഹായിക്കാൻ നീ അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല. അങ്ങനെ ഒരു അവസ്ഥ ആണോ നിങ്ങൾക്ക്? നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഒരു ദൈവപുരുഷൻ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാ. എന്നെ സഹായിക്കാൻ ആരാണ്ടൊക്കെ എനിക്കുണ്ട് എന്ന് പറയുന്നവരെ സഹായിക്കാൻ ദൈവം വരില്ല. എന്നെ സഹായിക്കാൻ എൻ്റെ അങ്കിളുമാരുണ്ട്, എന്നെ സഹായിക്കാൻ എൻ്റെ ആൻറ്റിമാരുണ്ടെന്നൊക്കെ പറയുന്നവരെ സഹായിക്കാൻ ദൈവം വരില്ല. ഓർക്കുക, അങ്കിളും ആൻറ്റിയും ഡാഡിയും മമ്മിയും ഒക്കെ ചെയ്യുന്ന സഹായം ആവറേജാ, ബിലോ ആവറേജാ. പക്ഷെ ദൈവത്തിൻ്റെ കരം നിനക്ക് വേണ്ടി നീട്ടപ്പെട്ടാൽ അത് മാക്സിമമാണ്. ആ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടാൽ അത് പെർഫെക്ഷൻ ഉണ്ടാക്കും, അത് നിലനിൽക്കും. ഹല്ലേലൂയ. അതല്ലേ യേശു കർത്താവ് പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കിയപ്പോൾ വിരുന്നുവാഴി പറഞ്ഞത്, ഇത്ര രുചികരമായത്, ഇത്ര ശ്രേഷ്ഠമായത് ഇതുവരെ എവിടെയായിരുന്നു? ഇങ്ങനെ ഒരെണ്ണം ഇതുവരെ കുടിച്ചിട്ടില്ല. കാരണം അവൻ്റെ കരമൊന്ന് തൊട്ടാൽ അത് മാക്സിമമാണ്, അത് പെർഫെക്ഷൻ ഉണ്ടാക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഇന്നത്തെ എപ്പിസോഡിലൂടെ പരിശുദ്ധാത്മാവ് ഹൃദ്യമായി ഇടപെടുന്നു. എന്നെ സഹായിപ്പാൻ, എൻ്റെ ഭർത്താവിൻ്റെ ഈ വിഷയത്തിൽ, ഈ രോഗത്തിൽ, ഈ കടഭാരത്തിൽ, ഈ നിരാശയിൽ, ഈ ആകുലതയിൽ, ഈ തകർച്ചയിൽ എന്നെ സഹായിപ്പാൻ എനിക്ക് എൻ്റെ ദൈവമല്ലാതെ, എൻ്റെ യേശു അല്ലാതെ എനിക്ക് ആരുമില്ലെന്ന് പറയുന്നെങ്കിൽ, സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു. എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. പ്രിയ കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ കുഞ്ഞുങ്ങളുടെ മേൽ അങ്ങയുടെ അത്ഭുതത്തിൻ്റെ കരം ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. പരിപൂർണമായ സൗഖ്യം, അത്ഭുതകരമായ വിടുതൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവർ മേൽ ഉണ്ടാകട്ടെ. ഓ താങ്ക് യു ലോർഡ് ജീസസ്. ഇവരെക്കുറിച്ചുള്ള അതിൻ്റെ എല്ലാ പദ്ധതികൾക്കായും ഞാൻ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും ഇഷ്ടമല്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ല എന്ന് പറയുന്നവർ എന്നെ കേൾക്കുന്നെങ്കിൽ കർത്താവേ, നീ ഇവരെ സ്നേഹിക്കുന്നല്ലോ. ഒരമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ, ഒരപ്പൻ സ്നേഹിക്കുന്നതിനേക്കാൾ, ഒരു സഹോദരൻ സ്നേഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി നീ ഇവരെ സ്നേഹിക്കുന്നല്ലോ. നീ ഇവരെ കരുതാൻ ആഗ്രഹിക്കുന്നല്ലോ. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരത്തെ കൊടുക്കുന്നവനായ ദൈവം, ഹൃദയം നുറുങ്ങിയ ഒരു സമീപസ്ഥനും മനസ്സു തകർന്നവരെ രക്ഷിക്കുന്നവനുമായ യേശു കർത്താവിൻ്റെ അത്ഭുതകരം ഇവർ വിഷയത്തിൻ്റെ നടുവിൽ ഇപ്പോൾ ഇറങ്ങി വരണമേ. അങ്ങ് ബെത്സേദയുടെ അകത്ത് ആ രോഗികളുടെ നടുവിൽ, ആ ആവശ്യക്കാരുടെ നടുവിൽ ചെന്നതുപോലെ, ആ തീച്ചുളിയുടെ നടുവിൽ ഇറങ്ങിയതുപോലെ, അസുഖത്തിൻ്റെ കുഴിയിൽ ഇറങ്ങി വന്നതുപോലെ, ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരുടെ നടുവിൽ വന്നതുപോലെ, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇവരുടെ ലിവിംഗ് റൂമിൽ, ഇവരുടെ ആവശ്യത്തിൻ്റെ നടുവിൽ, ഇപ്പോൾ ഇവരെവിടെയാണോ ആയിരിക്കുന്നത് അവിടെ കർത്താവായ യേശുവിൻ്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ, മാറ്റങ്ങൾ ഉണ്ടാകട്ടെ, വിടുതലുകൾ ഉണ്ടാകട്ടെ. ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്തെഴുതിയിരിക്കുന്ന പോലെ ഇവരുടെ സ്ഥിതികളിൽ വ്യത്യാസമുണ്ടാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതേ യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. മക്കളെ, ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വരുന്ന ദിവസങ്ങളിൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പ്രവചിക്കും. വിഷയങ്ങളുടെ നടുവിൽ കർത്താവ് ഇറങ്ങി വരും. മനുഷ്യർക്കെല്ലാം നമ്മുടെ ആവശ്യങ്ങളുടെ പുറത്ത് നിൽക്കാനേ കഴിയുകയുള്ളൂ. നിങ്ങളുടെ ആവശ്യങ്ങളുടെ നടുവിൽ വന്ന് യേശു കർത്താവിൻ്റെ അത്ഭുതകരം നിങ്ങൾക്ക് വേണ്ടി അവൻ വെളിപ്പെടുത്തട്ടെ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഈ എപ്പിസോഡിൻ്റെ പ്രാരംഭത്തിൽ ഞാൻ നിങ്ങളെ അറിയിച്ചതുപോലെ മിഷൻ മന്ദിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക.
അതിനുവേണ്ടി കൈത്താങ്ങലുകൾ ചെയ്യുക. ദൈവമായ കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കുക. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ. ഗോഡ് ബ്ലസ് യു. എൽ ഷദായ് മിനിസ്ട്രി ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും വചന ശുശ്രൂഷയും 2017 ഡിസംബർ 11 മുതൽ 31 വരെ കൊട്ടാരക്കര താഴേക്കരിക്കം MGM ഗ്രൗണ്ടിൽ ക്രിസ്തുവിൽ പ്രസിദ്ധരായ ദേവദാസന്മാർ ദൈവവചനം പ്രഘോഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9447256318